യെസ്, മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ നമ്മളുടെ പല വീഡിയോയിലൂടെയും പൂച്ചേനെ പരിചയപ്പെടുത്തിയപ്പോൾ എന്നെ പല ആൾക്കാരും കളിയാക്കി. ഞാനിപ്പോൾ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താട്ടാ. നാസർക്ക, അസ്സലാമു അലൈക്കും. കണ്ട ഒന്ന് കരുതുന്നു. ഇത് നാസർക്കാണ്. നാസർക്ക ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. നമ്മളുടെ മറ്റേ ഷാൻഷായിട്ടുള്ള മറ്റേ വീഡിയോ കണ്ടതിന് ശേഷമാണ് നാസർക്ക പൂച്ചേനെ വാങ്ങിച്ചത് അല്ലേ? ഇപ്പം 2 പൂച്ചകളുണ്ട്. ഈ പൂച്ചേനെ വളർത്തിയാലുള്ള സമാധാനപരമായ കാര്യങ്ങൾ നാസർക്ക പറഞ്ഞത്. നാസർക്കയുടെ ഫാമിലി ഉണ്ടെങ്കിൽ വാ, എല്ലാവരും വാ, അവർക്ക് ചെറിയൊരു നാണം പോലെ ഉണ്ട്. ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്തോ, സൗണ്ട് കയറി ചിലപ്പോൾ പിടിക്കും നമ്മൾ. എന്നാൽ നാസർക്ക 2 പൂച്ചയുണ്ടല്ലേ? 2 പൂച്ചയുണ്ട്. നല്ല വളരെ സന്തോഷം. ഞാൻ നമ്മുടെ ആൾക്കാരോട് പറയായിരുന്നു പൂച്ചേനെ വളർത്തിയാൽ നല്ല ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. മോളു പേരെന്താ? വാവ്, ക്യൂട്ട്. മോള് വരുന്ന സിയാന ഫാത്തിമ. രണ്ടുപേർക്കും പൂച്ചേനെ ഇഷ്ടമാ? ഒന്ന് കാണിച്ചു പൂച്ച എവിടെ? യെസ്. കണ്ട ഇത് കണ്ട നാസർക്കാടെ 2 പൂച്ചകൾ കണ്ടോ? വാവ്, ഹായ് ബേബി. വേറെ ഒരാളോടുണ്ട് കേട്ടോ പൂച്ച. യെസ്. ഞാൻ ഈ വീഡിയോ കാണിക്കണത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോയിൽ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും, ഇയാൾക്ക് എന്താണ് പൂച്ചയോടൊപ്പം നടക്കുക, പ്രാന്താണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല നാസർക്ക, നിങ്ങൾ പൂച്ചേനെ വളർത്തിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൌൺ ആയപ്പോഴേ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണല്ലോ. ബിസിനസ് ഒക്കെ വളരെ മോശമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ട്രെസ് ഒക്കെ ശരിക്കും ഇത് റിലീഫ് ചെയ്യുന്നുണ്ട്. കുറെ നേരം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് നമുക്ക് ലൈഫില് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം നമുക്ക് ചെയ്യാനായിട്ട് സാഹചര്യം. നമ്മുടെ ബിസിനസ്, അതായത് നമ്മുടെ തിരക്കിൽ ഇങ്ങനെ കാലത്ത് വൈകുന്നേരം ഇങ്ങനെ ഓട്ടത്തിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ആ സമയം കിട്ടി, ആ പാഷൻ നമുക്കിത് ഇവിടെ ചെയ്യാൻ പറ്റി. അപ്പൊ കുറെ നേരം ഇവരൊക്കെ ഇരുത്തി ഇങ്ങനെ കളിച്ചിരിക്കുമ്പോൾ നമുക്ക് സമയമില്ല. കുറെ നേരം ടി വി കാണാൻ നമുക്ക് അത്ര നേരം ടി വി കാണാൻ പറ്റും, കളിക്കാൻ പറ്റും. അതൊക്കെ കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അതൊരു രസമുണ്ട്. അപ്പൊ അത് ഞാനൊരു ഈ മലയൻ കാറ്റിനെ മേടിച്ച് ഒന്ന് കാണാലോ. അത് ഞാൻ ആമി എന്നാ പേര്? യെസ്. ഓ, ഇപ്പൊ എത്ര നാളായി ആള്? ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഒരു 8 മാസമായി. ആണോ? പിന്നെ ഞാൻ വേറെ കാര്യം, നാസർക്ക പൂച്ചനെ വിൽക്കുന്ന ആളല്ലോ കേട്ടോ, നമ്മുടെ സുഹൃത്താളായത് അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയത്. നാസർക്ക, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ള കാര്യം ഞാൻ വീട്ടുകാരോട് ചോദിക്കട്ടെ. നാസർക്കും നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് പൂച്ചനെ വളർത്തിയപ്പോൾ വന്നത്? വാവ്, പറ. ഓട്ടോമാറ്റിക്കലി ഹസ്ബൻഡ് ചേഞ്ച് ആവുമ്പോൾ നമ്മളും ചേഞ്ച് ആവും. അപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാരും ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ആയിട്ടൊക്കെ ഓടി നടക്കുമ്പോ അതിന്റെ ഒരു ഇമ്പാക്ട് വീട്ടിലുള്ള നമുക്ക് കിട്ടും. പക്ഷെ ലാസ്റ്റ് പൂച്ച ഭയങ്കര ഫ്രീ ആയി. ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ഫ്രീ ആയി. മോളുടെ ഫേവറേറ്റ് ആരാ ഇതിലെ? എനിക്ക് ഇഷ്ടം ആമിയുടെ. ആമിയുടെ നിങ്ങളൊക്കെ കളിക്കാൻ നിങ്ങളുടെ പരിപാടി? ഞാൻ എന്റെ വീട്ടിൽ ഞങ്ങളുടെ പാത്തുണ്ട്. പാത്തുവിനും അപ്പൂനൊക്കെ ഇന്നെ എന്താ പറയാ, എടുത്തോ. ഓ, ഇതെടുത്തോ. വേറെ ആളുണ്ടോ? അയാളാണ് നമുക്ക് ഒന്നുകൂടെ. ആണല്ലേ? ആണോ? ഇത് മോൾക്ക് ഇപ്പോഴും പൂച്ച വന്നപ്പോൾ എന്ത് മാറ്റമുണ്ടായി? ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ, എനിക്ക് നിങ്ങളുടെ കിറ്റനെ കാണണം അല്ലെങ്കിൽ പൂച്ചേനെ കാണണം എന്നൊക്കെ പറയാറുണ്ടോ? കുട്ടി ഫ്രണ്ട്സിന് ഇഷ്ടമല്ല പൂച്ചേനെ? കാണിക്കാറുണ്ടല്ലേ? മറ്റേ ആളൊന്നും എടുത്തേ നോക്കട്ടെ. എടുക്കുന്നേ, എന്താണിത്? ഇതാ ഫേവറേറ്റ്? ആമിയ ഫേവറേറ്റ് അല്ലേ? ഇയാൾക്ക് വെരി ക്യൂട്ട്. നാസർക്ക് ഇയാളെ ഷോർട്ട് ഹെയർ ആണ് അല്ലേ? ഇതൊരു ആണല്ലേ? ക്യൂട്ടാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഫുൾ ടൈം ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നുന്നു നമുക്ക്. ആണല്ലേ? നസർ, ഞാനൊരു ഒരു പേഴ്സണൽ ഒരു കാര്യം, നിങ്ങളുടെ ബിസിനസ് ഇപ്പൊ ഹോട്ടൽ ബിസിനസ് ആണ്. അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഒരു റിലീഫിന് എന്തായാലും ക്യാറ്റിനെ വളർത്തല് രസമാണ് തോന്നുന്നത്. ഓ, ചാടിയല്ല. പറ. കാറ്റിനെ ഒരു അല്പം സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ സമയത്തൊക്കെ അത്, കാരണം ഇപ്പോ കാറ്റിനിപ്പോ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത് കിട്ടാനില്ല, ഭയങ്കര ഡിമാൻഡ് പോയിരുന്നു. ആൾക്കാർക്ക് ഇപ്പോ കാറ്റ് ആണല്ലേ? എന്തായാലും നാസർക്കാട് ലൈഫിൽ ഒരു മാറ്റം സംഭവിച്ചു തീർച്ചയായിട്ടും, കാറ്റ് വന്നതോടുകൂടി അല്ലേ? ഞാൻ എനിക്കിപ്പോ ഇനി കുറച്ചുകൂടി വേറെ മോർ കാറ്റ് മേടിക്കാനുള്ള ഒരു പരിപാടി ആണല്ലേ? ഇൻട്രസ്റ്റിന്റെ പുറത്ത്. ഓക്കെ. മോളെ
ഇതിനെങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത് ഒന്ന് പറ, നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ. എന്തൊക്കെയാ ട്രീറ്റ്മെന്റ്? ആളൊന്ന് എടുത്തോ, കമോൺ. ആ ആമീനെ എടുത്തോ ഒന്ന്. ആ ഇത് ഇങ്ങനെ ഇരുത്താൻ സമ്മതിക്കില്ല. അപ്പൊ ഇങ്ങനെ ഇത് ഞാൻ ഇഷ്ടം ഹെയർ ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ കിടക്കുമ്പോ നമ്മള് തടവാന്നല്ലാണ്ട് സമ്മതിക്കില്ല, വേറെ ഒന്നും ചെയ്യാനൊന്നും എടുക്കാനൊന്നും സമ്മതിക്കില്ല. ആണല്ലേ? ഫ്രീ ടൈമിലൊക്കെ ഇതിനെ കളിപ്പിക്കും. ആണല്ലേ? ആളൊരു റയറാണ് കേട്ടോ നസ്രിക, ആളൊരു വളരെ ഒരു റയർ ആയിട്ടുള്ള സാധനം. ഇവിടെ ബേബി നിങ്ങൾ സാധാരണ എന്ത് ഫുഡാണ് നസ്രിക കൊടുക്കുന്നത്? മിയോ പാഷന്റെ ആണല്ലേ? ചിക്കനും പിന്നെ ക്യാരറ്റ് പൊട്ടാറ്റോ കൂടി ബോയിൽ ചെയ്തിട്ട് മിക്സിയിൽ നല്ല ഗ്രേവി പോലെ ആക്കിയിട്ട് ആണല്ലേ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഒരു പണി, ഒരാൾ ആമീനെ എടുക്ക്, മറ്റേ ആളെ ഇവനെ എടുത്തേ, നോക്കട്ടെ ആരാണ് ക്യൂട്ടെന്ന് അറിയാലോ. എടുത്തോ, കമോൺ. ആരാണ് ഏറ്റവും ക്യൂട്ടെന്ന് അറിയാലോ. അടുത്തേക്ക് നോക്കട്ടെ. ഓ സോ ഇഷ്ടമല്ല. അല്ല എന്തെന്നറിയോ, ഇവർക്ക് ഈ പിള്ളേർക്ക് പിള്ളേർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ ഉള്ള പൂച്ചകളോടാ താല്പര്യം. പക്ഷെ അത് കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലാണ്, പറയാതിരിക്കാൻ വയ്യത്. ഓ ആള് ഭയങ്കര ക്യൂട്ടാട്ടോ. ഇതെനിക്ക് വന്നേക്കോ. വാ, ഫാമിലിയൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റഡ് ആണോ? ഇത് എവിടെ നിന്നാണ് നിങ്ങൾ ക്യാറ്റിനെ വാങ്ങിക്കുക? ആക്ച്വലി ഈ ലോക്ക്ഡൌൺ മുറുകണേന് മുമ്പേ ഞങ്ങൾ ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പൊ അവരൊക്കെ വന്ന് അവര് ഇതിനോടാണെങ്കിൽ കഴിഞ്ഞപ്പോ അവര് അപ്പോഴാണ് പറയണത് അവർക്ക് എത്രത്തോളം പാഷനേറ്റ് ആണെന്ന് അവര് ടുവേർഡ്സ് കാറ്റ്സ്. കാരണം അവരുടെ വിചാരം ഈ കാറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മളിങ്ങനെ നാടൻ പൂച്ച ഇങ്ങനെ കാണുന്നത്. പക്ഷെ അവര് വന്നെടുത്ത് ഇപ്പൊ എന്താ വെച്ചാൽ അവര് അവരുടെ FB-ലൊക്കെ പോസ്റ്റ് ചെയ്യും, അവര് ഒരുമിച്ച് അവരായിട്ടൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ആണല്ലേ. അപ്പൊ അവര് ഒന്നും കൂടെ പാഷനേറ്റ് ആണ്, അവർക്ക് ഇപ്പോഴും അത്ര മനസ്സിലായി. സാധാരണ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നസ്രിക ചെയ്യുന്നത്? വാക്സിനേഷൻ 3 months 3 മാസം എത്തുമ്പോ ഒരു വാക്സിൻ ഉണ്ടല്ലേ? അത് കഴിഞ്ഞ പിന്നെ അതിന്റെ അടുത്തൊരു ഡോസ് കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ അടുത്തൊരു ഡോസ് ആണല്ലേ? ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. കാരണം അതെ എന്തായാലും വളരെ സന്തോഷം. കാരണം നമ്മുടെ പല ആൾക്കാരും ഈ ക്യാറ്റിനെ വളർത്താനായിട്ട് ഒരു താല്പര്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പ്രോപ്പറായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, ഇത് പിള്ളേരുടെ എന്റർടൈൻമെന്റ് ആണ് അല്ലേ? ഇപ്പം സ്മാർട്ട് ഫോണിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഒരു സ്ട്രെസ് റിലീഫ് ചെയ്യുക എന്നൊക്കെ പറയണൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും കണ്ടോ പാപ്പാൻ നമ്മള് കണ്ടില്ല ഇവള് പോയിട്ട് അതിന്റെ അടുത്ത് പോയിട്ട് എപ്പോഴും ഭയങ്കര കളിയാണ്. അല്ല നസ്രിക, ഞാൻ ഭയങ്കര ഇപ്പൊ ഇയാളുടെ ക്യാറ്റ് വന്നതിന് ശേഷം ഇയാളുടെ സ്മാർട്ട് ഫോണിലെ ആക്ടിവിറ്റീസ് എങ്ങനെയാ? ഭയങ്കര വ്യത്യാസമുണ്ട്. ആണല്ലേ? കൂടുതൽ ടൈം ഇപ്പൊ ഈ കളി ആണല്ലേ? ടി വി കാണലൊക്കെ കുറഞ്ഞു. കാരണം ഇവർക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ അതിനായിട്ട് കളിക്കാനും. അപ്പൊ ഇങ്ങനെ ഓടി പിന്നെ ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുറെ റൗണ്ട് കൂടെ ഓടും. എക്സസൈസ് ആണ്. സോ സമയം ആണല്ലേ? ഓക്കെ. ഒന്ന് ബോൾ എടുത്ത് നോക്കട്ടെ. സൗണ്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ആള് വന്നാലേ. കമോൺ ആമി. ആളാകെ ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ പല ആൾക്കാരും പറയും ഇയാൾക്ക് എന്നാ പ്രാന്താണ്. പക്ഷെ അതല്ലാതെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന്റെ സുഖം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നസ്രിക അല്ലേ? ഈ ഒരു പെറ്റിനോടൊക്കെ ഒരു നമ്മളെന്താ പറയാ, നമ്മൾ വളരെ സ്നേഹത്തോട് ബിഹേവ് ചെയ്യുക, അതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ രസം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലേ? എന്തായാലും വളരെ സന്തോഷം. നാസർഖാനെ ഫാമിലിനെ നമ്മൾ പരിചയപ്പെട്ടു, മാഷാല്ലാ. എന്തായാലും കണ്ടോ, ക്യാറ്റിനെ വളർത്തിയപ്പോൾ നാസർഖാനെ പറയുന്നുണ്ട് മോള് സ്മാർട്ട് ഫോണിന്റെ കളികൾ നിർത്തി. മാഡം പറയുന്നുണ്ട് ഫാമിലീസ് എന്താ പറയാ ഭയങ്കര ത്രില്ലായി. എന്നാലും വളരെ സന്തോഷം നാസർഖാൻ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഞാനൊരു വീഡിയോയിൽ ക്യാറ്റിനെ വളർത്തിയാലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പല ആൾക്കാരും ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് ബെനിഫിറ്റ്. ഓക്കെ, നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല, റിയൽ ആയിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.